എന്ത് ചോദിച്ചാലും ചോദിക്കുന്നപ്പോ മറുപടി പറഞ്ഞത്, ചോദിക്കുന്നപ്പോ മറുപടി പറഞ്ഞത്. പുള്ളി തെങ്ങ ഇട്ട കാരനാണ്. പുള്ളിയുടെ പെരുവിൽ ഇത്ര വലുതാണ്. ജനിച്ചപ്പോഴേ നടക്കുമ്പോൾ ഇവിടെ തട്ടും. പക്ഷെ എണീക്കുന്നതാണ് ചില പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ട് പെരുന്ന് കാണിക്കും. അപ്പം പുള്ളിയുടെ മുഖം ഒന്ന് ഫേസ് എന്നുള്ളത് തന്നെയാണ്. ഇതാണ് ഫേസ്. എപ്പോഴും ഇതാണ് ഫേസ്. അപ്പൊ അണ്ണനടുത്ത് ചോദിക്കണം, സജി സുഖം തന്നെ, എവിടെ പോണ്, മോളെ കല്യാണം കഴിഞ്ഞോ, ആഹാരം കഴിച്ചോ? ഇതാണ് മീറ്റർ. സജി സുഖം തന്നെ, ഇതാണ് മീറ്റർ. ശരി. അപ്പൊ കഴിഞ്ഞുള്ളൂ. പോട്ടാന്നാ ചോദ്യം ചോദിക്കണ്ട. ഇത്തരം പുള്ളിയുടെ മനസ്സിൽ നേരത്തെ അത് ഒസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത്. യാത്ര ചെയ്ത് ഒരു വീട്ടിൽ കയറി അല്പസമയം വിശ്രമിക്കാമെന്ന് കരുതി ഇരുന്നതല്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിനെ കാണാനെത്തിയതാണ്. കാണുമ്പോൾ ആളിനെ മനസ്സിലാകും. സജി വരൂ. അയ്യോ നമസ്കാരം. സജി പേയാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ വളരെ സുപരിചിതമായ ഒരു മുഖമാണ്. എന്താണ്, എത്ര കാലമായി, എത്ര വർഷമുണ്ട്? ഞാൻ ഇതിൽ ഇറങ്ങിയിട്ട് 38 വർഷം. എന്നാൽ ആ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ ഉള്ളൂ. ഇന്ത്യക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവരും ഇങ്ങനെ ജവഹർലാൽ നെഹ്റു ഒക്കെ ഭരിച്ചു തുടങ്ങുന്നു. 12 വയസ്സിൽ ഞാൻ കളി തുടങ്ങിയാണ്. 50 വയസ്സായി. എനിക്ക് 50 വയസ്സായി. അങ്ങനെ അർദ്ധ സെഞ്ചുറി അടിച്ചൊക്കെ നിൽക്കുകയാണ്. പക്ഷേ മുഖത്തിനൊരു സന്തോഷം തെളിച്ചം കാണുന്നുണ്ടല്ലോ. പൊതുവെ പല കലാകാരന്മാർക്കും 50 വയസ്സായാലും 60 വയസ്സായാലും ഒരു തെളിച്ചം കാണത്തില്ല. കാരണം അവർക്ക് നിരാശയും ദുഃഖവും വിഷമവും ദുരന്തവും ഒക്കെ. അല്ല, 50ൻ്റെ മാത്രമല്ല, അത്രയും വർഷമായിട്ടും ഉദ്ദേശിച്ച പോലെ നിർത്തിയില്ല. നമുക്ക് അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ എത്തത്തില്ല. പക്ഷേ എങ്കിലും നമുക്കൊരു തൃപ്തി വേണമല്ലോ. എത്തുന്നിടത്ത് കൊണ്ട് നമ്മളൊരു തൃപ്തി ആവണമല്ലോ. വേറെ കാര്യം പറഞ്ഞു, കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു സൈഡിലുണ്ട്. നമ്മുടെ ഉള്ളംകാലിൽ മുള്ളുള്ളുമ്പോൾ മൊത്തം എക്സ്പ്രഷൻ എങ്ങനെ വരുന്നത്, ഇതുപോലും ചെയ്യാറുണ്ട്. ആൾക്കാർക്കൊന്നും ഡേറ്റില്ല. എവിടെ ഞാൻ അമേരിക്കയിൽ പിന്നെ വിളി കേട്ടോ, സമയമില്ല. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോ എണ്ണനെ കാട്ടി എന്നെ കാട്ടിയും കഴിവുള്ള എത്രയും പേര് ഒന്നും അതുകൊണ്ട് രണ്ട് വശമുണ്ട്. ഒന്നുകിൽ കഴിവില്ല, അല്ലെങ്കിൽ കയ്യിലിരിപ്പ് ശരിയല്ല. ഇതും പിന്നെ ചിലർക്ക് ഇതൊന്നും വേണ്ട. യോഗ ഉള്ളതിന് കഴിവും വേണ്ട, ശ്രമവും വേണ്ട, ഒന്നും വേണ്ട. വീട്ടിൽ ഉറങ്ങി കിടന്നാലും അവസരമുണ്ട്. അപ്പൊ ഇത് എവിടെയാണ് ഇതിന്റെ കറക്റ്റ് പോയിന്റ് ഇതുവരെ നമുക്ക് പിടിയില്ല. ഇത്രയും വർഷങ്ങളായി ഞാനിങ്ങനെ കേരളം കണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് കാട്ടാക്കട ഇതിലേക്ക് എത്താറായപ്പോഴത്തേക്കാണ് നമ്മുടെ മൂങ്ങോട് സജി പറയുന്നത് ആമച്ചലാണ് സജി പേയാട്. സജി പേയാട് ആമച്ചൽ, പേയാടല്ല സജി താമസിക്കുന്നത്. ഇതിനിടയ്ക്ക് പിന്നെ ഞാൻ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്, അതെ, പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഞാൻ മെയിൻ വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്റെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ട് സുഹൃത്ത്, അതിനകത്ത് ഒരു നല്ലൊരു ക്യാരക്ടർ സുഹൃത്ത് ശരൺ ചേട്ടനെ അറിയാം. ശരൺ ചേട്ടൻ എൻ്റെ അടുത്ത് ഇടയ്ക്ക് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ മുൻ ശിരജിത്ത്. അപ്പം എൻ്റെ എത്രയോ വർഷത്തെ കമ്പനിയാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു അസാധ്യ ഡബ്ബിങ് ആർട്ടിസ്റ്റ്. നമ്മൾ പിന്നെ ആണല്ലേ, അണ്ണ ഡബ് ചെയ്യുമെന്ന് എനിക്കറിയാമെങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ ഡബ് ചെയ്തത് ചാർലിയിൽ മറ്റേ ഇപ്പോഴത്തെ ചേട്ടനാണ് ഡബ് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ സിനിമ ഞാൻ കണ്ടില്ലായിരുന്നു. ചാർലി പട്ടിയുടെ സിനിമയാണ്. പുള്ളിയുടെ ഡൗൺലോഡ് വാങ്ങിച്ച് ഫുള്ള് കണ്ടു. സൂപ്പർ സിനിമ, നല്ല ഡബിങ്, നല്ല സിനിമ. അതിനകത്ത് നായകൻ ഡബ് ചെയ്യുന്നത് പിന്നെ നായകൻ അയാളുടെ പേരെന്തൊരു രക്ഷിത് ഷെട്ടിക്ക് ഡബ് ചെയ്തിരിക്കുന്നു. ഈ ശരൺ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അസൽ ഡബ്ബിങ് ആർട്ടിസ്റ്റ്. ഇത്രയും വോയിസ് കൺട്രോളുള്ള, വോയിസ് മോഡുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ വളരെ വിരളമാണ്. പിന്നെ ഈ 38 വർഷം 12 വയസ്സിൽ തുടങ്ങിയ കലാജീവിതം. 12 വയസ്സിൽ പ്രതിഫലം വാങ്ങിച്ചു തുടങ്ങി. 25 രൂപ പ്രതിഫലം കിട്ടി 12 വയസ്സിൽ. അതും അന്നത്തെ 25 രൂപ അങ്ങനെ കയറി ഇപ്പൊ സ്റ്റേജ് പണി ചെയ്യുന്നുണ്ട്. ഈ ഒരു വർഷം കൊണ്ട് സ്റ്റേജ് ചെയ്യുന്നില്ല, പ്രൊഫഷണലായിട്ട് കളിക്കുന്നില്ല സ്റ്റേജ് ആയിട്ട്. അല്ലാതെ ഞാനും എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് സജി മൂങ്ങോട് ഞങ്ങൾ ഒരുമിച്ച് സജി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സജി പേര് സജി മൂങ്ങോട് നമ്മൾ ഒരുമിച്ച് നമ്മളെ ഭാഷ പറയാൻ മാട്ട പ്രോഗ്രാം. നമ്മള് പ്രൊഫഷണൽ പരിപാടി കളിക്കുന്നതിനെക്കാട്ടും കൂടുതൽ പ്രോഗ്രാം ചെയ്യും. കൊച്ചു പരിപാടികൾ മനസ്സമാധാനമുണ്ട്. ആരൊന്നും പറയും. സജിക്ക് സ്റ്റേജിൽ പ്രത്യേകതയുള്ള ഒരു പ്രത്യേക സ്റ്റൈലുണ്ടായിരുന്നു. സജിയുടെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് വേറെ ആർക്കും ചേട്ടൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സത്യത്തിൽ എവിടെയോ ഒരു സാധനത്താണ് സജിയുടെ ഒരു ആക്ഷൻ ഞാൻ എടുത്തടിച്ചു. ഞാൻ പലരുടെ ആക്ഷൻ നോട്ട് ചെയ്ത് വെച്ച് എൻ്റെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാനത് പിന്നെ ഉപയോഗിക്കും. അത് പക്ഷെ ആരും കണ്ടു പറയത്തില്ല, ഞാൻ തന്നെ പറയും.
ഞാനൊന്ന് ഉപയോഗിച്ചൊന്ന് ഇപ്പോൾ ജയശ്രീമാർ അല്ലെങ്കിൽ അങ്ങനെ പല ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ പലരുടെയും ചില സാധനങ്ങൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയുന്ന ഒരു സാധനം സജിയുടെ ഒരു സാധനം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അയ്യോ പിന്നെ അത് അങ്ങനെ ഉപയോഗിക്കാൻ ഒരാൾക്ക് തോന്നണമെങ്കിൽ അതിനകത്തൊരു ആത്മാവുള്ളതുകൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നതിനകത്ത്. അപ്പൊ അങ്ങനെ ഒരു സ്വന്തമായിട്ട് വേറൊരാൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് കുറെ കാലം ഇനിയും ഉപയോഗിക്കണം. സ്റ്റേജ് കഴിയുന്നതും ഉപയോഗിച്ചു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. എന്തെന്നറിയാമോ, എത്രയോ നാളിന് ശേഷം എനിക്കൊരു ഇന്റർവ്യൂ ഇത് ഇന്റർവ്യൂ അല്ലേ, ഇത് നമ്മളൊരു കൂടി കൊച്ചു വർത്താനം പറയുന്നത് ഇവിടെ പിന്നെ സജി വെച്ച വീടിൽ വന്നിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ വീട് സജി വെച്ചതാണ്. സജി ഈ വീട് എത്ര നാളായി വെച്ചിട്ട്? ഞാനിപ്പോ വീട് താമസമായിട്ട് 4 വർഷമായി. 9 വർഷത്തെ പ്രയത്നമാണ്. ലോൺ എടുക്കാതെ വീട് വെച്ചു. ലോൺ എടുക്കാതെ ഘട്ടം ഘട്ടം ഏറ്റവും വലിയതായിരുന്നു. ഒരു കടമില്ലാതെ എടുക്കണം. അങ്ങനെ വെച്ച് അവസാനം വന്നപ്പോൾ കയ്യിൽ നിന്നില്ല. പിന്നെ എന്റെ വൈഫിന്റെ അമ്മ അവിടെ ചുറ്റി പൈസ കെട്ടി തൊഴിലുറപ്പിനും പോയി മാറ്റി വെച്ച പൈസ അവിടെ തന്നു. പിന്നെ കടം കുറച്ച പൈസയും അത് ഇതും എല്ലാം കൂടെ തന്നു കുറച്ച് വെച്ച് എന്നിട്ട് നിന്നില്ല. പിന്നെ ലോൺ എടുത്തു. അവസാനം ലോണിലെത്തി. ലോൺ മുടങ്ങാതെ അടച്ചുകൊണ്ടിരുന്ന 5 ലക്ഷം ലോൺ എടുത്ത് മുടങ്ങാതെ അടച്ചുകൊണ്ടിരുന്നു. പിന്നെ 5 ലക്ഷം ലോൺ എടുത്ത് മുടങ്ങാതെ 5,000 ലക്ഷം അടച്ചുകൊണ്ടിരുന്നത് 4,16,000 രൂപയായി. അങ്ങനെ എൻ്റെ അളിയൻ മരിച്ചു ചെയ്തു. ഒരു ആക്സിഡന്റിൽ മരിച്ചു ചെയ്തു. പിന്നെ മുടക്കം 7 മാസം മുടക്കം വീണ്ടും 5,90,000 രൂപ. വീണ്ടും പരിപാടി കളിച്ചിട്ട് 90,000 അടച്ച് വീണ്ടും 5 ലക്ഷം രൂപ. കേട്ടോണം, കൃഷി കേട്ടോണം. അങ്ങനെ അടച്ചടച്ചടച്ച് വീണ്ടും 4,36,000 രൂപ. അങ്ങനെ നമുക്ക് കൊറോണ വന്നു. അങ്ങനെ 2 വർഷം അടച്ചിട്ട് വീണ്ടും 6,50,000. പിന്നെ അടച്ച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 ് ഇപ്പോൾ വീണ്ടും 5 ലക്ഷം. ഈ 5 ലക്ഷത്താണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഈ 5 ലക്ഷത്തിൽ നിന്ന് ഒരു കുറവും വരുന്നില്ല. നമ്മുടെ ആയുസ് മുഴുക്ക തീർന്നാലും ഈ 5 ലക്ഷം അവിടെ തന്നെ കിടക്കുന്നു. 5 ലക്ഷം അടച്ചു ഇതുവരെ. എന്നിട്ട് 5 ലക്ഷം അവിടെ നമ്മൾ എടുത്ത് അയച്ചത്. അതാണ് ഈ ലോണിനകത്ത് പെട്ടുപോയല്ലോ. മുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിനും എന്താണ്, മുടങ്ങാതിരുന്നാൽ അതിനൊരു റൂട്ടിൽ മാനേജ് ചെയ്യുന്ന ഒരു രീതി. കിട്ടുന്ന പണം കൃത്യമായിട്ട് ഇപ്പൊ സജി അത് കൃത്യമായിട്ട് മാനേജ് ചെയ്തുകൊണ്ടാണ് ഒരു പരിധി വരെയൊക്കെ ഈ വീട്ടിലേക്ക് എത്തിയത്. എനിക്ക് 25,000 കിട്ടുമെങ്കിൽ ഞാൻ 3,000 ചെലവാക്കും. എന്റെ പേഴ്സണൽ 22,000 മാറ്റി വയ്ക്കും. 25,000 കിട്ടിട്ട് 22,000 ചെലവാക്കിട്ട് 3,000 മാറ്റി ഞാൻ എന്റെ ആവശ്യത്തിന് ചെലവാക്കും. അങ്ങനെ അല്ല, അത് പണം മാനേജ് ചെയ്യുന്നതിന് ഒരു മിടുക്കുണ്ട്. ആ മിടുക്കുള്ളവർക്ക് നിലനിന്ന് പോകും. അല്ലണ്ണ, പിന്നെ എന്റെ ഒരു 60, എനിക്കിപ്പോ 50 വയസ്സെന്ന് പറഞ്ഞ് ഇത്രയും വർഷ കാലയളവിൽ എന്റെ ഒരു 60 വയസ്സ് കയറണം. പണ്ടുള്ളവർ പറയും സ്നേഹമാണ് വലുത്, പൈസ പിന്നെയാണ്. അല്ലണ്ണ, പൈസയാണ് വലുത്. പൈസ ഉണ്ടെങ്കിൽ സ്നേഹിക്കാൻ ആൾക്കാർ. ഞാനൊരു കാര്യം പറഞ്ഞാൽ അവന് വിഷമം തോന്നുന്നു. പറയണം, അണ്ണന്റെ പൈസ ഇല്ലെങ്കിലേ അന്ന് ഒന്നുമില്ല. അണ്ണന്റെ പൈസ ഉണ്ടെങ്കിൽ അണ്ണൻ അറിഞ്ഞെടുത്ത ആൾക്കാർ അണ്ണൻ സ്നേഹിക്കുന്നു. മക്കളെ പൈസ ഉണ്ടെങ്കിൽ പൈസയുടെ അളവ് കൂടുന്നതനുസരിച്ച് ഇപ്പൊ ഞാനിപ്പോ കൊണ്ടു നടക്കുന്ന കാറിനേക്കാളും വലിയൊരു കാർ കൊണ്ടു നടന്നാൽ ഉണ്ടാകുന്ന സ്നേഹവും ഈ കാറിനകത്തുള്ള സ്നേഹവും വ്യത്യാസമാണ്. അതുകൊണ്ട് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പൈസ ആരോഗ്യമാണ്. എന്താണെന്നറിയാമോ, ഞാൻ പണക്കാരൻ, അന്നൊരു പാവപ്പെട്ടവൻ. പിന്നെ എനിക്കൊരു പനി വന്നു, അണ്ണനൊരു പനി വന്നു. ഞാൻ പണക്കാരാണ്, പാവപ്പെട്ടവൻ. എനിക്കൊരു പനി വന്നു, അണ്ണന് പനി വന്നു. ഞാൻ നേരെ സ്പെഷ്യൽ ഡോക്ടറെ പോയി 15,000 രൂപ ഫുൾ ചെക്കപ്പ് ചെയ്ത് എല്ലാം നോക്കി ഒരു കുഴപ്പമില്ല. അന്ന് നേരെ എന്ത് ചെയ്യുന്ന മൃഗശേർക്ക് ഒരു ഡോളം വെച്ച് കഴിഞ്ഞു. എന്തുണ്ടോ എങ്ങനെ പനി ഒന്നും അറിയില്ല. അതാണ് പണം ആരോഗ്യം തന്നെയാണ്. ഒരുപാടൊന്നും വേണ്ടെന്ന, കോടികളോ ലക്ഷങ്ങളൊന്നും വേണ്ട. 10 പേര് മുമ്പേ ഒരു 10 രൂപ കടം തരാം. 10 രൂപ കടം തെണ്ടരുത്. അത്രേ ഉള്ളൂ. അതാണ് പ്രധാനം. ഇതൊരു വലിയ ഫിലോസഫിയും കൂടാണ് ഈ കാര്യം പറയുന്നത്. മറ്റുള്ളവർ മുമ്പ് കൈനീട്ടാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക, അത് കലാകാരന്മാർക്കല്ല, എല്ലാവർക്കും. ദാരിദ്ര്യത്തിലേക്ക് അയ്യോ, ഇനി ഇത് കഴിയുമ്പോൾ നിങ്ങളാരെങ്കിലും എന്തെങ്കിലും തരേണ്ട അവസ്ഥയാണല്ലോ. അല്ലല്ല, ഇപ്പൊ നമ്മള് ഞാനിപ്പോ ഇത്രയും വർഷം ചെയ്ത് കഷ്ടപ്പെട്ട് എനിക്ക് നല്ലൊരു അവസരം സീരിയൽ കിട്ടി, സീരിയൽ നടനായി. അല്ല, അത് നമുക്ക് ഒരു വളർച്ച ഉണ്ടാകണം, ഗ്രോത്ത് ഉണ്ടാകണം. ഒരു സ്റ്റെപ്പ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഇപ്പൊ സ്റ്റേജിൽ കുറെ കാലം നമ്മൾ ജോലി ചെയ്തു. അപ്പോൾ സീരിയലിലെത്തി. സീരിയൽ കുറച്ച് നാൾ ഇനി സീരിയൽ ചെറിയ വേഷം ആദ്യം ചെയ്യുന്നു, പിന്നെ അത് മെയിൻ വേഷങ്ങളിലേക്ക് മാറുന്നു. അങ്ങനെയാണ് നമ്മുടെ വളർച്ച. സിനിമ നടനായാലും സീരിയൽ നടനായി ആവട്ടെ, സിനിമ നടനാവുമ്പോൾ ആവട്ടെ, കുറച്ചാൾ കഴിയുമ്പോൾ അതാവാമല്ലോ. ശ്രമിക്കണം. അല്ല, നമ്മൾ ഒരു ജോത്സ്യൻ കുട്ടിയെടുത്ത് പറയുന്നത് കുട്ടി 10ാം ക്ലാസ് റാങ്കോടെ പാസ്സാവുന്നു. ആണോ ജോത്സ്യരെ എന്ന് പറഞ്ഞിട്ട് മൂല പോയിരുന്ന പോയി കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. കുട്ടി പഠിച്ചാലേ പാസ്സാവും. പ്രവർത്തിക്കണം.
ഈ എന്തെങ്കിലും നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ഒരു ഐറ്റം എന്താണ് നമുക്ക് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാസ്റ്റർ പീസ് ഐറ്റംസുകളാണ്, ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് മാസ്റ്റർ പീസ് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇത് കാണുന്നവർക്കൊരു സജീവ അടയാളപ്പെടുത്തുന്ന ഒരു സാധനം. എന്നെ അടയാളപ്പെടുന്ന സാധനം പിന്നെ ഫോണിലെ സംഭവങ്ങള്, പിന്നെ അതുമായിട്ട് പാല് കറക്കുന്ന സംഭവമുണ്ട്. വീട്ടിൻ്റെ അടുത്തുള്ള ആൾ പാല് കറങ്ങുന്നത് ഞാൻ അറിയാൻ തോന്നുന്നു. പുള്ളിയുടെ പേര് പാക്കാർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി പാല് ഇറങ്ങുന്നത്. പുള്ളിയുടെ ഒരു മാനസം കണ്ടിട്ട് ഞാൻ വോഡാഫോൺ കോമേഴ്സ് ക്ലാസ്സിൽ കൊല്ലസൂതി ഇന്നലെ ഒരു വർഷം. അപ്പം വളരെ ദുഃഖമുണ്ട്. അപ്പം അത് ചെയ്ത ഒരു സംഭവമാണ് പാല് കറങ്ങുന്നത്. അപ്പം പശുവിൻ്റെ അകളിൽ പുള്ളി സൈക്കിൾ കെട്ടിട്ട് വന്ന് പശുവിൻ്റെ അകളിൽ വെള്ളം തളിക്കണം, എന്നിട്ട് അകളിൽ പിടിക്കണം. ഇതെല്ലാം ഇവിടാണ്. എന്നിട്ട് ഈ പിടിച്ചിട്ട് തീരുമ്പോൾ ഇത് വിടും. അടുത്ത സൈക്കിൾ കിട്ടുന്നത് മാരിയോട് സംസാരിക്കുക, ഇത് സുഖത്തനടി, പിന്നെ വേറെ വിശേഷം, ചോറ് വരടി, ദേഷ്യം വരുമ്പോ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ചോറ് വരാ. ഇതെല്ലാം കഴുത്തിലാണ് ഇരിക്കുന്നത്. എല്ലാം കഴുത്തിലാണ് ഇരിക്കുന്നത്. കഴുത്ത് കൊണ്ട് രക്ഷപ്പെട്ടതാണ്. പേട് നമ്മളൊരു മൃഗങ്ങളിലുണ്ട്, അവിടെ താമസിക്കുന്നത് പഞ്ചനമ്മ ക്ഷേത്രത്തിൽ താമസിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. പുള്ളി നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണ്, നല്ല സഹായിയാണ്. പുള്ളിക്ക് ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. പക്ഷെ അത് നോക്കും, ആക്സിഡന്റ് പറ്റിയ ശേഷം പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ചില വെട്ടലും പിളവലൊക്കെ വരും. പുള്ളി നമ്മളെ പേട് മുക്കാങ്കടയിൽ സാധനം വന്ന് വൈകുന്നേരം വന്ന് 1 കിലോ പഴം വാങ്ങിക്കും, ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കും, 2 ഒരു പാല് വാങ്ങിക്കും. അന്ന് പുള്ളിയുടെ മുഖത്ത് എക്സ്പ്രഷൻ ഇതാണ്, അയ്യോ 1 കിലോ പഴം, ഒരു പാക്കറ്റ് ബിൽസ്, 2 പാൽ പോട്ടടാ. നെർവിന്റെ കംപ്ലൈന്റ്. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് കുറെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുറ്റും തന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടും. ഈ സജീവിന്റെ ഇത് കൂടാണെന്നുണ്ട് അവൻ്റെ അടുത്തൊന്നും കിട്ടിയില്ലേ? സജി മൂങ്ങോട്ടിന്റെ കൂടെ ഒന്നും കിട്ടിയില്ലേ? ഞാനും പിന്നെ ഞാനും സജി മൂങ്ങോട്ടും കൂടെ ഒരു സ്കിറ്റ് കളിക്കുന്നുണ്ട്, ഒരു കുടിയന്റെ സ്കിറ്റ് കളിക്കുന്നുണ്ട്. അതിന്റെ എത്ര വർഷത്തിന് ശേഷം എന്റെ ഏറ്റവും വലിയ കോമ്പിനേഷൻ ആർട്ടിസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സ്റ്റൈലിൽ തെറ്റിയാൽ പോലും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യും, പുള്ളിക്ക് തെറ്റിയാൽ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ കോമ്പിനേഷൻ കോംബോ എന്ന് പറഞ്ഞില്ലേ, മനസ്സറിഞ്ഞ് ചെയ്യുന്ന കെമിസ്ട്രി. നമ്മൾ അതും ഏറ്റവും കൂടുതൽ നമ്മൾ ഓഡിയൻസിന്റെ ഇടയിൽ ഇറങ്ങിയാണ് അത് ചെയ്യുന്നത്. ഓഡിയൻസിന്റെ ഇടയിൽ ചെയ്യുന്നത് ധൈര്യം വേണം. പല പല മൈൻഡുള്ള ആൾക്കാരുണ്ട്. അപ്പം നല്ല ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റാണ്, നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്, നല്ല ആർട്ടിസ്റ്റാണ്, നല്ല സ്റ്റേജ് സെൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്നിരുന്നാലും ഞാൻ ഇപ്പം തിരുവനന്തപുരം മാഗ്നറ്റുള്ള സമിതിയിൽ ഇപ്പം കയറിയിട്ടുണ്ട്. സെൻട്രൽ ചെറിയാൻ്റെ അതിനപ്പോൾ വിളിച്ച് അതിൽ കയറിയിട്ടുണ്ട്. എന്നിരുന്നാലും അതിൽ പോയിട്ടുണ്ടെങ്കിലും വേറെ ഏത് പ്രോഗ്രാം ഞാൻ സജീവം കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള ലൈഫിലും ഇതുപോലെ സ്റ്റേജും സീരിയലൊക്കെ പിടിക്കുമെങ്കിൽ കിട്ടുമെങ്കിൽ പോകും. പിന്നെ നമുക്ക് തട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് സജീവ വെച്ച വീടൊക്കെ കണ്ടിവിടിരുന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് വളരെ സന്തോഷം. അത് തന്നെയാണ് നമ്മുടെ ഒരു തൃപ്തി. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ളൊരു കലാകാരൻ അവനത് ജീവിതം പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നല്ലോ. കാണുമ്പോഴെല്ലാം ദുഃഖവും ദുരിതവും ഒന്നും പറയുകയും ഓടെ കിടക്കുകയും ചെയ്യാത്തത് കൊണ്ട് അതിന്റെ ഒരു സന്തോഷം വേറെ. അപ്പൊ അതുകൊണ്ടാണ് സജീവ് തേടി ഞങ്ങൾ എത്തിയത്. പക്ഷേ കടം അപകടം എന്നുള്ളൊരു ഓർമ്മയും വേണം. അപ്പോൾ ഇതുപോലുള്ള ചിരിച്ച മുഖമായിട്ടിരിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പലരുടെയും മുഖത്ത് ചിരിയില്ല, ഒരു നിരാശയും ദുഃഖവും നിഴലിച്ച മുഖങ്ങളാണ് ഒരുപാട് പേര് കാണാറുള്ളത്. അപ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. നമുക്ക് ചിരിച്ചുകൊണ്ട് നാളെയും കാണാം.